ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ട് വന്നു. എന്റെ കൈ തുടങ്ങി നിനക്ക് ജോലി ചെയ്യാൻ നിന്റെ മടിയിൽ ഞാൻ വന്നിരുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ല നീ എന്നെ എന്ത് ചെയ്യും? പിടിച്ച് മൂക്കി കെട്ടിക്കളയാം. മരം കൂടെ എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? സൂക്ഷിച്ച് സംസാരിക്കണം. തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? ഞാൻ പറയാം ബാക്കി ആർക്കും എന്താ കുഴപ്പമില്ലാത്തെന്ന്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടേ പൊക്കോളാം. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. രാജമ്മ പറഞ്ഞത് ശരിയായില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ചു നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. തൊലിപ്പുറത്തെ വെളുപ്പമുള്ള ഇവളുടെ സ്വഭാവം തനി ചന്ത ഉളുപ്പില്ലായ്മയില്ല. അയ്യോ ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തേ. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. അങ്ങനെ നിൽക്കുന്നവരല്ല നിന്റെ ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ. അയ്യോ എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്നു. അവളെന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്നോട് കളിച്ച അവളെ ഞാൻ കുനിച്ചെടുത്ത് കൂമ്പിലിടിച്ച് ചവിട്ടുകൊണ്ടി തടിച്ചനെ പൊട്ടിച്ചന. എന്റെ ദൈവമേ, ഒരവസരം, ഒരു പണി അവക്ക് ഇട്ട് കൊടുക്കാൻ ഒരവസരം നീ തരില്ലേ?